നമ്മളിന്നൊരു വെറൈറ്റി ഐഡിയ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വായ്വേട്ടം കൂടി ഇതുപോലത്തെ ഒരു പാത്രം വേണം, പിന്നെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം. ഇനി സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ കൂടെയും ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് കേസ് കാണാം. നല്ല ബിൽഡ് ക്വാളിറ്റിയോടുകൂടി കമ്പനി മേഡപ്പ് ചെയ്യുന്ന കേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിനൊക്കെ കിട്ടാൻ കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന കേസിനേക്കാളും നല്ലത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരിക ഇതുപോലത്തെ കേസാണ്. അങ്ങനെ കുറേ മാസങ്ങളുടെ ഉപയോഗത്തിന് ശേഷം എന്ത് പറ്റിയടാ ഇതുപോലെ ചളി പിടിച്ചൊരു മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുക. സോ ഇതിനെ നമ്മളൊന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പോവാണ്, അഥവാ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കാൻ പോവാണ്. ഡയറക്റ്റ് പെയിന്റ് അടിക്കുകയല്ല, ഒരു വെറൈറ്റി മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം വേണം. പിന്നെ വേണ്ടത് ഒരു സ്പ്രേ പെയിൻ്റാണ്. ഇതിപ്പോൾ വീട്ടിലെന്തൊരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാലൻസ് വന്നതാണ്. ശരിക്കും ഇതിൻ്റെ ഈ ബോട്ടിലിന് വില 220 രൂപയാണ് വരുന്നത്. സോ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐറ്റം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ എടുത്തു വെച്ച ആ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കേസ് ഡിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ട് വെള്ളത്തിൽ യൂണിഫോം ആയിട്ട് ഇങ്ങനെ അടിച്ച് വയ്ക്കുക. അടിച്ച് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ കേസ് എടുത്തിട്ട് ഡിപ്പ് ചെയ്യുക. ഈ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല. കാരണം അത് എനാമൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലൊരു പാട പോലെ നിൽക്കും. അതിലേക്കാണ് നമ്മൾ അതിൻ്റെ കേസ് ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാം. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ അടിച്ചു പോയാൽ മതി, അതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേസ് ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിപ്പ് ചെയ്യണം. പിന്നെ ഇതുപോലെ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൈമിലായാൽ തന്നെ പോകാൻ നല്ല പാടാണ്. ഇനി നമുക്ക് നൈസായിട്ടൊന്ന് പൊക്കി നോക്കാം. അപ്പോൾ പെയിൻ്റൊക്കെ അവിടെ ഒട്ടി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആഫ്റ്റർ ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്കിനി ഒന്നുകൂടെ ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ അവസാനം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടി തന്നെ കുറച്ച് ടൈം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കിടന്നാലേ അത് ഓവറായി കിടന്ന നമ്മുടെ പെയിൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ലൊരു വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 2-3 കളറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലത്തുള്ള ഡിസൈനുകൾ ചെയ്തെടുക്കുക. അതിപ്പോൾ ഒറ്റ കളറായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണാം.
അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പാർത്തി തന്ന സെറ്റപ്പാണിത്. എന്താ അല്ലേ?